നമ്മുടെ മനസ്സുകൾ ക്ലിയർ ആക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുക. വല്ലയിടത്തും വല്ല വിടവുകളും കാണുന്നുവെങ്കിൽ കൂട്ടിപ്പിടിക്കുക. അകൽച്ചകളുണ്ടോ ആ അകൽച്ചകളെ മാറ്റിക്കൊണ്ട് ഇണക്കങ്ങൾക്ക് ഏറെ ശ്രദ്ധ കാണിക്കുക. കാരണം മനസ്സുകൾ ഇണങ്ങാതെ, പിണക്കങ്ങൾ മാറാതെ റഹ്മാനായ റബ്ബ് നമ്മുടെ പാപങ്ങൾ പൊറുക്കില്ലെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ നിമിഷത്തെങ്കിലും ഇപ്പോഴെങ്കിലും ഓർക്കുക, ആരോടെങ്കിലും ഏതെങ്കിലും നിലക്ക് പേഴ്സണൽ കാര്യങ്ങളിൽ, വ്യക്തിപരമായ കാര്യങ്ങളിൽ, കുടുംബ ബന്ധങ്ങളുടെ പേരിൽ എന്തെങ്കിലും പ്രശ്നത്തിൽ ആരോടെങ്കിലും ജീവിച്ചിരിക്കുന്ന ഈ ദുനിയാവിൽ ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ഉടനെ തന്നെ വിളിച്ച് അവരോട് സലാം പറഞ്ഞ് മനസ്സൊന്ന് ക്ലിയർ ആക്കിയിട്ട് മതി. ഇന്നത്തെ മഗ്രിബിന്റെ ശേഷം നമ്മൾ റമദാനിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുവാൻ, ആ മാസപ്പിറയുടെ വാർത്ത കേൾക്കുവാൻ. സഹോദരങ്ങളെ, അതിന് ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണെന്നോ, ഇബ്ലീസ് അതിന് സമ്മതിക്കൂല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതൊരു വലിയ ജിഹാദാണ്. കാരണം ഇങ്ങോട്ടെങ്ങനെയാണോ അങ്ങോട്ടും ഞാൻ അങ്ങനെയാണ് എന്നതാണ് നമ്മുടെയൊക്കെ ഒരു വാശി. അങ്ങനെയാണ്. എന്നാൽ മുത്തു മുസ്തഫ അതല്ല പറഞ്ഞത്. ലൈസൽ വാസിലു ബിൽ മുകാഫി, കുടുംബ ബന്ധം ചേർക്കുന്നവൻ എന്ന് പറയുന്നത് ആരെക്കുറിച്ചല്ല, ഇങ്ങോട്ടെങ്ങനെയാണോ എങ്കിൽ ഞാൻ അങ്ങോട്ടും നല്ലതാണ് എന്ന് പറയുന്നവനല്ല കുടുംബ ബന്ധം ചേർക്കുന്നവൻ. വലാകിന്നൽ വാസിൽ, മറിച്ച് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവനാരാണ്? മന്നിദാ ഖതഅതുഹു റഹിമുഹു വസലഹാ, ആരെങ്കിലും തന്നോട് ഇങ്ങോട്ട് ഇതുവരെ വല്ല ബന്ധവും മുറിച്ച് ഞാൻ എത്ര അങ്ങോട്ട് ഇണങ്ങാൻ ശ്രമിച്ചാലും പിണങ്ങി തന്നെ നിൽക്കുന്നവരുണ്ടോ, അവരോട് വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവനാണ്, ശ്രമം നടത്തുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ബന്ധം ചേർക്കുന്നവനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദർശ രംഗത്തുള്ള പിണക്കങ്ങൾ തീർക്കാനാവില്ല. കാരണം അവർ പറയുന്ന അനിസ്ലാമിക ആദർശത്തിലേക്ക് ചെന്നാലേ അവർ നമ്മോട് ഇണങ്ങുകയുള്ളൂ എന്ന് വന്നാൽ അതിന് നമുക്ക് പറ്റില്ലല്ലോ. അതല്ലാത്ത നിലക്കുള്ള പേഴ്സണൽ കാര്യങ്ങളാണ് ഇവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്.